നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരീഷ്. രാഹുൽ ഗാന്ധിയുടെ ഓരോരോ ധീരകൃത്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തികളൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ഒരു മുദ്രാവാക്യം വിളിക്കാൻ അല്ലെങ്കിൽ ഒന്ന് കനത്ത് സംസാരിക്കണമെന്നും ധൈര്യമില്ലാത്ത രാഹുൽ ഗാന്ധി ഒളിഞ്ഞും തെളിഞ്ഞും അല്ലേ, പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ രൂക്ഷമായ വിമർശനങ്ങൾ, കളിയാക്കലുകൾ, അത് ഒരുപക്ഷെ അതിര് വിട്ടുപോകുന്ന രീതിയിലേക്ക് മാറുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഷീലാ ദീക്ഷിതിൻ്റെ സഹോദരനുമായുള്ളൊരു അതൊരു പറഞ്ഞ് തയ്യാറാക്കിയ ഒരു തിരക്കഥ പോലെ തോന്നുന്നു. കണ്ടവർക്കെല്ലാം അങ്ങനെയാണ് തോന്നുന്നത്. ശരിക്കും എന്തായിരുന്നു ആ സംഭവം എന്ന് വിവരിക്കാമോ? അത് ഇവരുടെ ഒരു നാഷണൽ കൺവെൻഷനിൽ വെച്ചിട്ട്, കോൺഗ്രസിൻ്റെ ഒരു നാഷണൽ കൺവെൻഷൻ വെച്ചിട്ട് രാഹുൽ ഗാന്ധിയും കടന്നു വരികയാണ്. കയറി വരുന്നു. സന്ദീപ് ദീക്ഷിത് സ്റ്റേജിലുണ്ട്. ഈ ഷീലാ ദീക്ഷിതിൻ്റെ സഹോദരൻ മെമ്പറൊക്കെ ആയിരുന്നു, പാർലമെൻറ്റ് മെമ്പറൊക്കെ ആയിരുന്നു 2015. അപ്പോൾ ഇദ്ദേഹത്തിന് കെട്ടിപ്പിടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സന്ദീപ് ദീക്ഷിതും ഒരു തമ്മിൽ സംസാരിക്കുകയാണ്. താങ്കൾ ഞാൻ മെലോണിയാണ് എന്ന് വിചാരിച്ചോ, അതുകൊണ്ടാണോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചതിന് കാരണം? വളരെ സെക്ഷലി വളരെ വൾഗറായിട്ടുള്ള ഒരു റിമാർക്കുമായിട്ടാണ് അവരുടെ എത്തിയിരിക്കുന്നത്. അതും മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയാണ് ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹം ഈ തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് കേട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്, ആ സദസ്സ് ഉൾപ്പെടെ കേട്ടിട്ട് ചിരിക്കുകയാണ്. ഇവർ ഈ CJPയുടെ സമരവേദിയിൽ പോയതിനു ശേഷം ആ CJP സ്റ്റാൻഡേർഡിലേക്ക്, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അമ്മയെ പ്രധാനമന്ത്രി തെറി വിളിക്കുന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് ഇവർ മൊത്തത്തിൽ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മൊത്തം ബാക്കിയുള്ള ആൾക്കാർ പ്രധാനമന്ത്രി കുരങ്ങൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സമരങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ ഇടയിൽ അവർ നടന്നു പോകുന്നു. കഴിഞ്ഞ ദിവസം ഈ അമിത്ഷാ വരാൻ വേണ്ടിയിട്ട് വലിയ സമരങ്ങളൊക്കെ മുറവിളിയിട്ടിട്ട് അമിത്ഷാ വന്നപ്പോൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവർ ഇരിക്കുകയായിരുന്നു. അതായത് നേരിട്ട് വിമർശനങ്ങളൊന്നും നടത്താനില്ല, മറിച്ച് ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങൾ, വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ, ആരോപണങ്ങളെന്നല്ല പരാമർശങ്ങൾ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെയും ഇത് ആവർത്തിക്കുന്നു. നിർമ്മല സീതാരാമൻ 56 ഇഞ്ചിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചോളാൻ പറയുന്നു. ഈ പാർലമെൻറ്റിലിരുന്ന് കണ്ണിറുക്കി കാണിക്കുന്നു. പ്രധാനമന്ത്രി ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇദ്ദേഹത്തിന് എന്തോ അസുഖമുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹം രാഹുലായി ഒരടി മുന്നോട്ട് പോവുമെങ്കിൽ പപ്പുവായി 2 അടി പിന്നോട്ടിറങ്ങുകയാണ്. ആ ഒരു പപ്പു സ്റ്റാൻഡേർഡിലേക്ക് ഇദ്ദേഹം വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള കാര്യം തന്നെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്താണ് പറയുന്നതെന്നറിയില്ല, എന്താണ് പ്രവർത്തിക്കുന്നതെന്നറിയില്ല. ഈ രീതിയിലാണ്. ഈ അങ്ങാടി തൊറ്റൻ അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്. അതാണ് ശരിക്കും എതിരാളികൾ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ച് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നേരെ വീട്ടിലേക്ക് ഓടും. ഈ ദേഷ്യം അവിടെ പോയി കാണിക്കും. തിരിച്ചിവിടെ സൗഹൃദവും. ശരിക്കും ഇത്തരത്തിലൊരു പ്രധാനമന്ത്രിക്കെതിരായ ഇത്തരമൊരു പരാമർശം അത് കരുതക്കുട്ടി ചെയ്തതാണ്. അത് പക്ഷെ അനവസരത്തിലായിപ്പോയി, വളരെ അനവസരത്തിലായിപ്പോയി. മറ്റൊരു രാജ്യത്തിൻ്റെ പ്രതിനിധിയും കൂടിയാണ് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു, അതോടൊപ്പം മറ്റൊരു രാജ്യത്തിൻ്റെ പ്രതിനിധിയെ ചേർത്താണ് പറയുന്നത്. അത് സത്യത്തിൽ അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ ഒരു ബന്ധം നിലനിർത്തുന്നത്. നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അത് സത്യത്തിൽ ഭരണഘടനാ ലംഘനവും കൂടിയാണ്. അതായത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിൻ്റെ ലംഘനവും കൂടിയാണ് അവിടെ നടത്തിയത്. സാധാരണ പൗരൻ പോലും അന്തർദേശീയ ബന്ധങ്ങൾ കണക്കിലെടുത്ത് മാത്രമേ അഭിപ്രായങ്ങൾ പറയാവൂ. മറ്റൊരു രാജ്യത്തിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ അഭിപ്രായം പറയാൻ പാടില്ലെന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഉണ്ട്, ഭരണഘടനയിലുണ്ട്. ഇവർ ഭരണഘടന പൊക്കിപ്പിടിച്ചുകൊണ്ട് പല സമരങ്ങളും നടത്തുന്നു. അതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അവർ ഒന്ന് തലോടാനെങ്കിലും അത് ഇവർക്കതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നറിയില്ല. അംബേദ്കർ എഴുതിയെന്ന് അംബേദ്കർ മാത്രമല്ല, അംബേദ്കർ ഡ്രാഫ്റ്റ് ചെയ്തതാണ്. മുഴുവൻ ഒരുപാട് ആൾക്കാരുടെ രക്തത്തിൻ്റെയും ചോരയുടെയും മണമുള്ള ഒരു ഗ്രന്ഥമാണ് ആ ഭരണഘടന. 3 വർഷമെടുത്ത് അത് പൂർത്തിയാകുമ്പോൾ ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭരണഘടന, ഏറ്റവും മനോഹരമായി ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ട ഭരണഘടനയാണ്. അത്തരമൊരു ഭരണഘടനയോട് പരമപുച്ഛം എന്ന നിലയിലാണ് ഇവർ പെരുമാറിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നതിലപ്പുറം ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം പോലും രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം. ഇദ്ദേഹത്തെ ഒരു കാരണവശാലും പാർലമെൻറ്റിൻ്റെ വേലിക്കകത്ത് ഒരു 200 മീറ്ററെങ്കിലും അപ്പുറത്ത് മാത്രമേ നിർത്താനുള്ളൂ. അതിനുള്ള യോഗ്യത പോലും രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കാര്യം. അമിത്ഷാ സഭയിൽ വന്നപ്പോഴും രാഹുൽ ഗാന്ധിക്ക് വലിയ ആവേശമൊന്നും ഉണ്ടായില്ല. കണ്ടില്ല 12 ദിവസമായി 14 ദിവസമായി വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സഭയിൽ വന്നപ്പോഴത്തേക്കും പിന്നെ
യാതൊരു മിണ്ടാട്ടമില്ലാത്തൊരവസ്ഥ, അനക്കവും ഇല്ല. പ്രതിപക്ഷം പിന്നെ എന്താണ് ഒരു ലക്ഷ്യമിടുന്നത്? അല്ല, പ്രതിപക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യം ഇപ്പോൾ അവർ പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പം CJPയുടെ കീഴിൽ പുറകിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കും. ഇപ്പം അവർ അടുത്ത ഒരു സമരവുമായി എത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഭാരതത്തിൻ്റെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ഈ രീതിയിൽ ഗൂഢാലോചനയുമായിട്ട് വന്നാൽ നേരിടാൻ നന്നായിട്ട് ഭാരതത്തിലെ ജനങ്ങൾക്ക് അറിയാം. അപ്പം അതിന് കീഴിൽ അവരിപ്പോൾ മല്ലികാർജുൻ ഖാർഗെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു സംഘടന, പേരറിയാത്ത സംഘടന അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിൽ നിൽക്കുകയാണ് KC വേണുഗോപാൽ. പ്രധാനമന്ത്രിയോട് അവർ എത്രമാത്രം മാപ്പ് പറയണം ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ? അദ്ദേഹത്തിനെതിരെ എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഒരു രീതിയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള റെസ്പെക്റ്റ് പോലും ഇല്ലാത്ത തരത്തിൽ അദ്ദേഹത്തെയും അപമാനിക്കുന്ന, അല്ലെങ്കിൽ മന്ത്രിമാരെ അപമാനിക്കുന്ന ഇവർക്ക് എന്ത് ഡിഗ്നിറ്റിയാണ് ഉള്ളത്? അവരെ തിരഞ്ഞെടുത്ത് അയച്ച ജനത്തിനോടെങ്കിലും ഒരു സാമാന്യ മര്യാദ അവർ വച്ചു പുലർത്തേണ്ട കാര്യമല്ലേ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്? വളരെ മോശമായി ജാൻമണി ബാധകേറിയ ആൾക്കാരാണ് ഈ കോൺഗ്രസ്സിലെ ആൾക്കാരെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ്. വളരെ പെർവേർട്ടഡ് ആയിട്ടുള്ള, നമുക്കത് പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, വളരെ പെർവേർട്ടഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവർ അടുത്ത കാലത്തായിട്ട് പറയുന്നതിൽ മുഴുവൻ. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ച് കൃത്യമായി അദ്ദേഹത്തിൻ്റെ മനോനിലയെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ആരുടെ പിണിയാളായിട്ടാണ് കളിക്കുന്നതെന്നും നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ മുമ്പും പിമ്പും നോക്കാതെയുള്ളൊരു പരാമർശങ്ങൾ, അത് ഈ ജൻസി പ്രക്ഷോഭമൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ, അതിനുശേഷമല്ലേ ഒരു എവർക്കും അതിൽ നിന്നാണ് ഒരു പ്രചോദനം. അദ്ദേഹത്തിന് 57 വയസ്സുണ്ട്, 58 വയസ്സുണ്ട്. ഒരു 2 വർഷം കൂടെ കഴിയുമ്പോൾ 60 വയസ്സ്, സീനിയർ സിറ്റിസണാണ് ഇയാൾ. ജൻസി അല്ല. ജൻസി പ്രക്ഷോഭത്തിന് ചെന്ന് നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജൻസി ആവില്ല. ഈ പവൻ കേര ഉൾപ്പെടെയുള്ള ആൾക്കാരുടെയൊക്കെ പ്രശ്നം ഇതാണ്, കൊടിക്കുന്നിൽ സുരേഷ് ഇവരുടെയൊക്കെ പ്രശ്നം ഇതാണ്. ഇവർ ജൻസികളല്ല എന്നുള്ള കാര്യം ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇവരെന്താണ് അവരുടെ അതേ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പക്വതയുമില്ലാത്ത, ഇപ്പോൾ CJPയുടെ ആൾക്കാർ അങ്ങനെ പറയുന്നതിൽ ഒരു രാഷ്ട്രീയ പക്വതയില്ല. അവർ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ കുട്ടികളാണ്. ആ ഒരു പക്വതയെ അവർക്കുള്ളൂ. അതല്ലെങ്കിൽ അവർ നല്ലൊരു സാഹചര്യത്തിൽ കൂടി വളർന്നു വരുന്ന ആൾക്കാരായിരിക്കും, നല്ല സമ്പർക്കത്തിൽ കൂടി വളർന്നു വരുന്ന ആൾക്കാരായിരിക്കും. എങ്കിൽ അവർക്കൊരു കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ളൂ. ഇന്നതേ പറയാവൂ, ഇന്ന രീതിയിൽ പ്രതികരിക്കാവൂ പൊതുമധ്യത്തിൽ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ 57-58 വയസ്സായതിന് സന്ദീപ് ദീക്ഷിതിനും 60 വയസ്സ് ആകുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇത്രയും പ്രായമായ ഈ വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഒരു പക്വതയും ഇല്ലാതെ കുട്ടികളെപ്പോലെ പെരുമാറുന്നത് എന്നുള്ളതാണ്. ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റിലേക്ക് അടുപ്പിക്കാനേ പാടില്ല. ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധികളാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് വളരെയധികം റെസ്പോൺസിബിളായിട്ടുള്ള ഒരാളാണ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം കാണിക്കേണ്ടതിൻ്റെ മിനിമം പക്വത അവർ കാണിക്കണം. ജനാധിപത്യപരമായ പക്വത കാണിക്കണം. ഭാവിയിലെങ്കിലും പ്രധാനമന്ത്രി എന്ന് പറയണമെങ്കിൽ അതൊരു മിനിമം. ആലോചിച്ച് നോക്കൂ, ഇതേപോലൊരാളിൻ്റെ കീഴിലാണ് നമ്മുടെ രാജ്യം അധികാരം ഇയാൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇയാൾ എങ്ങനെയായിരിക്കും ഒരു പൊതുമധ്യത്തിൽ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ചെന്ന് സംസാരിക്കുക? ഇദ്ദേഹത്തിൻ്റെ നോട്ടം എങ്ങോട്ടായിരിക്കും? സത്യത്തിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്. ഇദ്ദേഹം വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെ ഏത് രീതിയിലായിരിക്കും, ഏത് കണ്ണുകൊണ്ടായിരിക്കും കാണുന്നത്? 56 ഇഞ്ച് നെഞ്ചളവുള്ള പ്രധാനമന്ത്രി ഒന്ന് സൂക്ഷിച്ചോളാൻ നിർമ്മലാ സീതാരാമൻ എന്ന വളരെ പ്രായമുള്ള അമ്മയോട്, ആ മന്ത്രിയോട് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മാനസികമായ വൃത്തികെട്ടൊരു പദപ്രയോഗമാണ്. പൊതുമധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രസംഗ വേദിയിലാണ് ഈ രീതിയിൽ പരാമർശം നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തെ എങ്ങനെയാണ് വീട്ടിൽ കയറ്റുക? ഇദ്ദേഹത്തെ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായിട്ട് അംഗീകരിക്കുക? സത്യത്തിൽ വയനാട്ടിലെ ജനങ്ങൾ ഭാഗ്യവാന്മാർ, രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. കാരണം ഇങ്ങനെ ആ സ്ത്രീകളും മറ്റ് ആൾക്കാരും ഒക്കെ ഉള്ള വീട്ടിലേക്ക് ഇദ്ദേഹത്തെ കയറുമ്പോൾ ഇദ്ദേഹം മോശമായ രീതിയിലല്ലേ ഇങ്ങനെ സംസാരിക്കുന്ന ആൾ സംസാരിക്കുകയുള്ളൂ? എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും. ശരിക്കും ഇത്തരം പരാമർശങ്ങൾ അതൊരു ഒരിടത്തും വിജയിക്കാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ. അതെ. നമുക്ക് ഒരു കഴിവുമില്ലാത്തവർ തെറി പറഞ്ഞ് തോൽപ്പിക്കുന്ന ഒരു നാട്ടിലെ രീതിയുണ്ട്. പരസ്പരം വിളിച്ച് പൂരത്തെറി പറഞ്ഞ്, വഴിയരികിൽ നിന്ന് തെറി പറഞ്ഞ് ഉടുമുണ്ട് പൊക്കി കാണിക്കുന്ന അവൻ്റെ സംസ്കാരമാണ് അദ്ദേഹം ഇപ്പോൾ പ്രകടമാക്കിയിരിക്കുന്നത്.
അത് തിരുത്തേണ്ട ആൾക്കാർ ഇത് തിരുത്തേണ്ടതുണ്ട്. സോണിയാഗാന്ധിക്ക് ഇപ്പോഴും വേണമെങ്കിലും അദ്ദേഹത്തെ തിരുത്താം. അതങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കേണ്ട ആളല്ല, പക്വം ആയി പ്രതികരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നിങ്ങളെയും അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം പഴയതുപോലെ അവരുടെ ഭരണകാലഘട്ടത്തിൽ പോലെ ദുർബലമായ ഒരു രാജ്യമല്ല. ലോകത്തിൻ്റെ കണ്ണിൽ ഭാരതം ഒരു സൂപ്പർ പവറാണ്. ആ സൂപ്പർ പവറായ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഇവർക്ക് ഭരണത്തിൻ്റെ കാര്യങ്ങൾ പോട്ടെ, എങ്ങനെയാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ ധാരണയെങ്കിലും ഉണ്ടാകേണ്ടതാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും മറ്റു കേന്ദ്രമന്ത്രിമാരുമൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷം രാഹുൽ ഗാന്ധിക്കൊക്കെ ഓരോ നീക്കത്തിലും അടി പതറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രതിപക്ഷം എന്നത് എങ്ങനെ പ്രതിപക്ഷത്തെ ദുർബലമാക്കാമെന്ന് ഇപ്പോൾ 3ാം തവണ ഔദ്യോഗികമായ പ്രതിപക്ഷ നേതൃത്വം ലഭിച്ച രാഹുൽ ഗാന്ധി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെയാണ് ഡൽഹിയിൽ നടക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ തിരക്കഥയും നാടകങ്ങളുമെന്ന്.